നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ? സുഖമാണ്. സുഖമായിരിക്കുക. ഈ വർഷം തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൽ നാം എടുത്ത വിഷയം ലോകത്തിന് മുഴുവനും ചിന്തിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. സുവിശേഷത്തിലെ ഓരോ കാര്യങ്ങളും വചന സന്ദേശത്തിൽ നമുക്ക് ലഭിക്കുമ്പോഴും അത് മനസ്സിലാക്കുവാനും ജീവിക്കുവാനും വേണ്ടി നാം പരിശ്രമിക്കാറുണ്ട്. എന്നാൽ ഈ വർഷത്തെ ഈ ഒരു സന്ദേശം വിശുദ്ധ കുരിശ് നിത്യജീവൻ്റെ ഉറവിടം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതിനപ്പുറം ഇനി ഒരു വിഷയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നതാണ്. കഴിഞ്ഞ വർഷം വിശുദ്ധ കുരിശ് നിത്യതയുടെ കവാടം എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. നിത്യത ദൈവത്തോടൊപ്പമുള്ള ഒരു ശാശ്വതമായ അനുഭവമാണ്. അത് മരണാനന്തരം നമുക്ക് ലഭിക്കുന്ന ഒരു ശാശ്വതമായ അനുഭവമാണ് നിത്യത എന്ന് പറയുന്നത്. ആ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചു പോയപ്പോഴാണ് നിത്യത എത്തുന്നതിന് മുമ്പ് നിത്യജീവൻ ഉണ്ടല്ലോ എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത്. കഴിഞ്ഞ വർഷം തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ വർഷം അതുകൊണ്ട് വിശുദ്ധ കുരിശ് നിത്യജീവൻ്റെ ഉറവിടം എന്നുള്ള വിഷയം എടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയുണ്ടായി. നിത്യജീവൻ ദൈവം നൽകിയിരിക്കുന്ന ഒരു ദാനമാണ്, കൃപയാണ്. പ്രപഞ്ച ഉൽപ്പത്തി മുതൽ തന്നെ ദൈവം നിത്യജീവനെ ഈ പ്രപഞ്ചത്തിൽ ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട്. സ്വർഗത്തിലും കർത്താവ് ഈ നിത്യജീവനെ ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട്. നിത്യജീവിതത്തിൽ നിന്നാണ് ഈ സർവ്വവും ലോകത്തിലേക്ക് രൂപപ്പെട്ടു നിൽക്കുന്നത്. ഈ ലോകം ഇന്നും നിലനിൽക്കുന്നത് ഈ ലോകത്തിൻ്റെ പിന്നിൽ, ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു നിത്യജീവൻ ഉള്ളതുകൊണ്ടാണ്. നിത്യജീവൻ എന്നും സ്ഥായിയായി നിൽക്കുന്ന ഒരു ജീവനാണ്. അവിടെ കാരുണ്യവും നീതിയും സത്യവും സ്വാതന്ത്ര്യവും ദയയും വിനയവുമൊക്കെയാണ് ഈ നിത്യ യാഥാർത്ഥ്യമായി നിൽക്കുന്ന ജീവൻ്റെ തുടുപ്പുകൾ എന്ന് പറയുന്നത്. ഈ ജീവൻ്റെ തുടുപ്പിലൂടെയാണ് പ്രപഞ്ചം മുഴുവനും ദൈവം സൃഷ്ടിച്ചത്. ഈ നിത്യജീവൻ ആദ്യം മുതലേ ഉണ്ടായിരിക്കുന്ന ദൈവത്തിൻ്റെ ജീവനാണ്. ആദ്യം മുതലേ ഉണ്ടായിരിക്കുന്ന വചനമാകുന്ന, സത്യമാകുന്ന, ജ്ഞാനമാകുന്ന ജീവൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ഈ യേശുക്രിസ്തുവിലൂടെ ഈ പ്രപഞ്ചത്തെ മുഴുവനും കർത്താവ് സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചം രൂപപ്പെട്ടതിന് ശേഷം സൃഷ്ടികളിൽ വന്ന ഒരു മാറ്റമുണ്ട്. സൃഷ്ടാവിനെ അംഗീകരിക്കുകയും നിത്യജീവനിൽ നിലനിൽക്കുകയും ചെയ്യുന്നതിന് പകരം സൃഷ്ടാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് സൃഷ്ടിയിൽ അഭയം തേടിയ ഒരു ചരിത്രമുണ്ട്. അത് ആദവും ഹവയും മുതലും ആരംഭിക്കുന്ന ചരിത്രമാണ്. അവർ ദൈവത്തിൻ്റെ ജീവനിൽ, ദൈവിക ജീവനിൽ ആശ്രയിക്കുന്നത് പകരം ഈ സൃഷ്ടപ്രപഞ്ചത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നതിലേക്ക് വേണ്ടി പരിശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ട് ദൈവിക ജീവൻ നഷ്ടപ്പെടുകയും ജീവൻ ഇല്ലാത്ത ഒരു അനുഭവം ഉണ്ടാകുകയും നിർജീവമായ അവസ്ഥ ലോകത്തിനുണ്ടാകുകയും ജഡിക അവസ്ഥ രൂപപ്പെടുകയും ചെയ്തു. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ നാം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ജഡിക ശരീരം, ജഡിക മനുഷ്യൻ, കർത്താവിൻ്റെ ആത്മാവ് വസിക്കാതെയുള്ള മനുഷ്യർ ഈ ലോകത്തിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കർത്താവിൻ്റെ ആത്മാവ് വസിക്കാത്ത വ്യക്തികളുടെ ലക്ഷ്യം മുഴുവനും ഈ ലോകത്തിൻ്റെ സമ്പത്തിലാണ്. ഈ ലോകത്തിലെ സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കാം, അതെങ്ങനെ കൂട്ടിവയ്ക്കാൻ സാധിക്കും, അതുകൊണ്ട് വീണ്ടും വീണ്ടും എങ്ങനെ സമ്പത്തുണ്ടാക്കാം, അതുപയോഗിച്ച് എങ്ങനെ യുദ്ധം ചെയ്ത് മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ അവർക്ക് സമ്പത്ത് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ
കർത്താവിൻ്റെ ആത്മാവില്ലാതെ പോകുന്ന മനുഷ്യൻ ജഡിക മനുഷ്യരാകുകയും ജഡിക മനുഷ്യൻ സമ്പത്തിൽ ആശ്രയിക്കുകയും ആ സമ്പത്ത് സ്വാർത്ഥപരമായ ആവശ്യങ്ങളും സ്വന്തം ഇഷ്ടത്തിനും മാത്രം ഉപയോഗിക്കുകയും ചെയ്യും എന്നതാണ്. എന്നാൽ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിപാലിൽ നിന്ന് ദൈവിക ജീവൻ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ ചരിക്കുന്ന വ്യക്തികൾ അവർ സമ്പന്നരാകാം. പക്ഷേ അവരുടെ സമ്പത്ത് മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗം ചെയ്യുവാനും നല്ല ജീവനെ സംധരിക്കുവാനും മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുവാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ സമ്പത്ത് തെറ്റല്ല, പക്ഷേ സമ്പത്ത് ദൈവിക ജീവന് ഉപകരിക്കുന്ന വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കണം. അതാണ് സമ്പത്തിൻ്റെ വിനിയോഗം എന്ന് പറയുന്നത്. അല്ല എങ്കിൽ സമ്പത്ത് കൊണ്ട് ദുർവിനിയോഗം നടത്തും. ആ ദുർവിനിയോഗത്തിൻ്റെ ഫലം അഹങ്കാരവും അസൂയയും സ്വാർത്ഥതയുമൊക്കെയാണ്. അവിടെയാണ് യുദ്ധം ഉടലെടുക്കുന്നത്. ഇന്ന് മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് വേണ്ടിയുള്ള മുറവിളികളും അലയടികളും ഉയരുമ്പോഴും അവിടെയും ഇങ്ങനെയുള്ള ദൈവ ആത്മാവിൽ ആശ്രയിക്കാതെ പ്രകൃതിയിൽ ആശ്രയിച്ചുകൊണ്ട് പോകുന്ന മനുഷ്യരുടെ യുദ്ധമുറകളാണ്, അല്ലെങ്കിൽ സമ്പന്നരുടെ ദിശാബോധമില്ലായ്മയാണ് ഈ യുദ്ധത്തിന് കാരണമായി നിൽക്കുന്നത്. ഇവിടെ കർത്താവ് പറയുന്ന വലിയൊരു സത്യമുണ്ട്. ധനികൻ സ്വർഗ്ഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴലിലൂടെ കടന്നു പോകുന്നത് പോലെയാണ്. ധനികൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴലിലൂടെ കടന്നു പോകുന്നത് പോലെയാണ്. ഇവിടെ ഈ ധനികർ എന്നാഗ്രഹിക്കുന്നത് കർത്താവ് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കാതെ ലൗകികതയിൽ ജഡിക വസ്തുക്കൾ ആശ്രയിച്ച് ദിശാബോധമില്ലാതെ സമ്പത്ത് വിനിയോഗിക്കുന്ന ധനികൻ അവൻ കടന്നു പോകുന്നത് ഒട്ടകം സൂചിക്കുഴലിലൂടെ കടന്നു പോകുന്നത് പോലെയായിരിക്കും എന്നാണ്. അതേസമയം കർത്താവിൽ ആശ്രയിച്ച് സമ്പത്ത് വിനിയോഗിച്ച് നിത്യജീവന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികൾ കടന്നു പോകുവാൻ ഏതൊരു വിധമായുള്ള കുഴപ്പവുമില്ല. അവർ കടന്നു പോവുക തന്നെ ചെയ്യും എന്നതാണ്. കർത്താവ് ദിശാബോധമില്ലാത്ത ഈ ലോകത്തിൽ ധനികർ ഉണ്ടാക്കുന്ന ഈ കോലാഹലങ്ങളും യുദ്ധപ്രകൃതിയിൽ നിന്നുകൊണ്ട് വിശുദ്ധ ഗീതത്തിൽ തന്നെയാണ് കർത്താവ് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത്. സുവിശേഷത്തിൽ ധനികനായ ഒരു യുവാവിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 16-ാം വാക്യത്തിൽ ആ ഒരു യുവാവ്, ധനികനായ യുവാവ്, നല്ലൊരു ധനാഢ്യനാണ്. അദ്ദേഹം വന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്, ഗുരു, നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്താണ് ചെയ്തത്? നിത്യജീവൻ പ്രാപിക്കുവാൻ എന്ത് നന്മയാണ് ഞാൻ ചെയ്യേണ്ടത്? എന്ത് നന്മയാണ് ഞാൻ ചെയ്യേണ്ടത്? അതിന് കർത്താവ് നൽകുന്ന മറുപടി, നന്മയെപ്പറ്റി നീ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? നന്മയെപ്പറ്റി നീ എന്നോട് എന്തിനാണ് ചോദിക്കുന്നത്? കാരണം കർത്താവിന് ബോധ്യമുണ്ട്, നന്മ എന്നത് ഒരേ ഒരു യാഥാർത്ഥ്യം മാത്രമേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന ആ നന്മ നിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നന്മയെക്കുറിച്ച് നീ എന്തിനാണ് ചോദിക്കുന്നത്? നല്ലവൻ, നന്മ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ദൈവമാണ്, അത് കർത്താവാണ്. യേശു തന്നെ വെളിപ്പെടുത്തുകയാണ്, ഞാനാണ് ഒരേ ഒരു നന്മ, ഞാനാണ് കർത്താവ്, ഞാനാണ് ദൈവം. ഈ നന്മയെക്കുറിച്ച് നീ എന്നോട് ചോദിക്കുന്നത് എന്താണ്? നീ എന്നെ അറിയുക, എന്നെ മനസ്സിലാക്കുക, എന്നിൽ നിന്ന് പഠിക്കുക, ഞാൻ ജീവിച്ചതുപോലെ നീ ജീവിക്കുക. ഇതാണ് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടുന്ന ഏക മാർഗം. ഇതാണ് നന്മയുടെ മാർഗമെന്ന് അവിടുന്ന് ആ മനുഷ്യനെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും അവൻ ചോദിക്കുകയാണ്, നിത്യജീവൻ പ്രാപിക്കുവാൻ പ്രമാണങ്ങൾ അനുസരിക്കുക. കർത്താവ് അവനോട് പറയുകയാണ്, നിത്യജീവൻ പ്രാപിക്കുവാൻ പ്രമാണങ്ങൾ അനുസരിക്കുക. എന്തൊക്കെയാണ് പ്രമാണങ്ങൾ എന്ന് ചോദിക്കുകയാണ്. അതിന് കർത്താവ് പറയുകയാണ്, നീ ആരെയും കൊല്ലരുത്. ദൈവം പറയുകയാണ്, നന്മ പറയുകയാണ്, നീ ആരെയും കൊല്ലരുത്. ഒന്നാമത്തെ പ്രമാണമായിട്ട് അവനോട് പറയുകയാണ്. കൊല ചെയ്യുക എന്നത് ഒരു സ്വാഭാവികമായ കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലായിടത്തും ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക്, ചെറിയ ചെറിയ കാരണങ്ങൾക്ക് കൊല ചെയ്യുക എന്നുള്ളതാണ്. കൊല എന്ന് പറയുന്നത് വാക്കുകൊണ്ട് ഒരാളെ കൊലപ്പെടുത്തുക, വാക്കു ദുർവിനിയോഗം ചെയ്തുകൊണ്ട്
വാക്കിൽ കുടുക്കി ഒരു വ്യക്തിയെ ദുർവിനിയോഗം ചെയ്ത് കൊല ചെയ്യുക, പ്രവൃത്തി കൊണ്ട് ആക്ഷൻ കൊണ്ട് ഒരു വ്യക്തിയെ കൊല ചെയ്യുക, പ്രേരിപ്പിച്ച് കൊല ചെയ്യുക, ദൂരെ കൂടെയൊക്കെ ഒളിച്ചും പതിക്കുന്നതിന് ശേഷം പ്രേരിപ്പിച്ച് അതും ഇതൊക്കെ പറഞ്ഞ് ഒരു വ്യക്തിയെ കൊല ചെയ്യുക, ചതി ബിട്രയൽ, ആ ചതിയിലൂടെ ഒരു വ്യക്തിയെ കൊല ചെയ്യുക, ബ്ലാക്ക് മെയിലിംഗ്, അപകീർത്തിപ്പെടുത്തി ഒരു വ്യക്തിയെ കൊല ചെയ്യുക, അതോടൊപ്പം തന്നെ മാനിപ്പുലേഷൻ, കൃത്രിമം കാണിച്ചുകൊണ്ട് കൊല ചെയ്യുക. അപ്പം ഇതെല്ലാം കൊലപാതകത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നീ ചെയ്യരുത്, കൊല ചെയ്യാൻ പാടില്ല, ആരെയും നീ കൊല്ലരുത്. ഈ ലോകത്തിൽ ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, നന്മ മാത്രമേ ഉള്ളെങ്കിൽ ആ നന്മ പറയുകയാണ്, ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നീ വിശ്വാസിയാണെങ്കിൽ, യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ നീ ആരെയും കൊല്ലരുത്. അപ്പോൾ കൊല്ലാതിരിക്കുന്നതാണ് ഏതൊരു വിശ്വാസിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അത് ദൈവത്തിൻ്റെ പേരിലായിക്കോട്ടെ, മതത്തിൻ്റെ പേരിലായിക്കോട്ടെ, മാനവികതയുടെ പേരിലായിക്കോട്ടെ, ആരെയും കൊല്ലുവാൻ വേണ്ടി നമുക്ക് അവകാശമില്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് നിത്യജീവനില്ല, നീ ജഡികനാണ്, നീ ഈ ലോകത്തിൽ ഒരു നന്മയും വിധിക്കുന്നില്ല, നീ മൃഗത്തെക്കാളും ഗതികെട്ട ഒരു വ്യക്തിയാണ് എന്ന് കർത്താവ് പറയുകയാണ്. അതുകൊണ്ട് ആരെയും കൊല്ലരുത്. രണ്ടാമത് കർത്താവ് പഠിപ്പിക്കുകയാണ്, വ്യഭിചാരം ചെയ്യരുത്, വ്യഭിചരിക്കരുത്. വ്യഭിചാരം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഉൾക്കിടക്കുന്ന കർത്താവ് നൽകിയിരിക്കുന്ന ഒരു സെക്ഷൽ പാഷനുണ്ട്. ആ സെക്ഷൽ പാഷൻ സ്നേഹത്തിലാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത്. സ്നേഹം ഉള്ളപ്പോഴാണ് സെക്ഷൽ ഫാക്കൽറ്റി യഥാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നത്. അവിടെ എന്താണ് നടക്കുന്നത്? ആ സെക്ഷൽ ഫാക്കൽറ്റി കർത്താവ് ഉപയോഗിക്കേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രൊക്രിയേഷന് വേണ്ടിയാണ്, സന്താന ഉൽപാദനത്തിന് വേണ്ടിയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ജീവൻ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിലേക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഈ സെക്ഷൽ ഫാക്കൽറ്റിയെ, ലൈംഗികതയെ, അത് തികച്ചും യാന്ത്രികമായിക്കൊണ്ട് അതിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തി അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രക്രിയയിലും നീ ഇടപെടരുത്. അങ്ങനെയാണെങ്കിൽ നീ ദൈവത്തിൻ്റെ ജീവൻ നൽകുന്ന ഒരു ബന്ധത്തിലല്ല നിൻ്റെ പ്രവൃത്തി മുഴുവൻ പോകുന്നത്. നീ ഒരു വ്യക്തിയെ വസ്തുവായിട്ട് കണയിക്കൊണ്ട് വസ്തുവായിട്ട് കണയിക്കൊണ്ട് നീ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വ്യഭിചാര കുറ്റങ്ങളൊന്നും നീ ചെയ്യാൻ പോകരുത്. നിനക്ക് പ്രൊക്രിയേഷൻ, സന്താന ഉൽപ്പാദനത്തിന് വേണ്ടുന്ന എല്ലാ ഫാക്കൽറ്റിയും സ്നേഹമായിരിക്കും ദൈവം നിനക്ക് നൽകിയിട്ടുണ്ട്. അതിനെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് നിൻ്റെ പാഷൻസിനനുസരിച്ച് നീ പ്രവർത്തിക്കരുത് എന്ന് കർത്താവ് അവനോട് പറയുകയാണ് ചെയ്യുന്നത്. നീ വ്യഭിചാരം ചെയ്യരുത് എന്ന്. അവിടെ യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത് ജീവൻ കൊടുക്കുന്ന സ്നേഹമാണ്, ദൈവിക ജീവൻ കൊടുക്കുന്ന സ്നേഹമാണ്. ഐ ലവ് യു എന്ന് ഒരു വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തിയോട് ഐ ലവ് യു എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കൊടുക്കേണ്ട സ്നേഹം പോലും ആ പറയുന്ന വ്യക്തിയിൽ കാണില്ല എന്നുള്ളതാണ്. ഒരു വ്യക്തിയോടെങ്കിലും നീ കൃത്യമായിട്ട് ഇത് ചെയ്ത് ജീവിക്കുക, അല്ലാതെ വ്യഭിചാരം ചെയ്ത് അവിടെ ഇവിടെയും ഓടി നടക്കുന്ന പ്രക്രിയ നിന്നുണ്ടാകരുത് എന്ന് കർത്താവ് പറയുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെയും ഈ ലോകത്തോട് കർത്താവ് പറയുകയാണ്, നിനക്ക് നിത്യജീവൻ ഉണ്ടാകണമെങ്കിൽ നീ വ്യഭിചാരം ചെയ്യരുത്. മൂന്നാമത് കർത്താവ് പറയുന്നു, മോഷ്ടിക്കരുത്. മോഷ്ടിക്കുക. എനിക്ക് അവകാശമില്ലാത്ത ഒരു വസ്തുവിനെ ഞാൻ എടുത്ത് എൻ്റേതാക്കുന്ന അവസ്ഥ, എനിക്ക് അർഹതപ്പെടാത്ത ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കാര്യം എന്നിലേക്ക് എടുക്കുന്ന ഒരവസ്ഥ, അത് ഉണ്ടാകാൻ പാടില്ല. അതിന് വസ്തുക്കൾ മോഷ്ടിക്കുക, അതോടൊപ്പം തന്നെ ക്യാരക്ടർ, സ്വഭാവത്തെ മോഷ്ടിക്കുക. സ്വന്തമായിട്ട് നല്ലൊരു സ്വഭാവമൊന്നും കാണത്തില്ല, മറ്റൊരു വ്യക്തിയുടെ സ്വഭാവത്തെ സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് അതിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക. അവിടെ ഉണ്മയില്ലാത്ത ഒരു സ്വഭാവ മാനിപ്പുലേഷനായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ മറ്റു വ്യക്തികളെ കോപ്പി അടിച്ചുകൊണ്ട് ജീവിക്കുക. അവിടെ യാഥാർത്ഥ്യമില്ലാത്ത വ്യക്തിത്വങ്ങളാണ് ഇങ്ങനെ ചെയ്യുന്നത്. മോഷണ സ്വഭാവമുള്ള ഒരു വ്യക്തിയിൽ നിത്യജീവൻ അവിടെ ഉണ്ടാകുകയില്ല. ആ നിത്യജീവൻ ഇല്ലാത്ത വ്യക്തിയിൽ യാഥാർത്ഥ്യബോധം ഉണ്ടാകുകയില്ല. അത് ആ വ്യക്തിയെ സ്വയം ഇല്ലായ്മ ചെയ്യുവാനും ഇത്തിൽ ചെടി പോലെ വളർന്നു വരുന്നതിലേക്ക് വേണ്ടി പരിശ്രമിക്കും എന്നുള്ളതാണ്. മറ്റുള്ളതൊന്നും എല്ലാം ശേഖരിച്ച് വളരുന്ന ഇത്തിച്ചെടിയെ പോലെ മറ്റ് ആൾക്കാരിൽ നിന്നും മറ്റ് വ്യക്തികളിൽ നിന്നും നന്മയെ സ്വാംശീകരിച്ച്
അതെൻ്റേതായിട്ടൊന്ന് കാണിക്കാൻ പറ്റുന്ന തലത്തിലേക്ക് അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. അതൊരു മോഷണമാണ്. നീ അതുകൊണ്ട് ക്യാരക്ടറായാലും വസ്തുവായാലും നീ ഒന്നും തന്നെ ആരിൽ നിന്നും മോഷ്ടിക്കാൻ പോകരുത്. അങ്ങനെയാണെങ്കിൽ നിനക്ക് നിത്യജീവൻ ഇല്ല എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. നാലാമതായിട്ട് കർത്താവ് ആ യുവാവിനോട് പറഞ്ഞു, നീ കള്ളസാക്ഷ്യം നൽകരുത്. കള്ളസാക്ഷ്യം, വാക്കിൽ വിശ്വസ്തനായിരിക്കുക. അതെയെങ്കിൽ അതെ, അല്ല എങ്കിൽ അല്ല എന്നിരിക്കുക. വാക്കും പ്രവൃത്തിയും ഒരേപോലെ ആയിരിക്കുക. ഞാൻ പറയുന്ന വാക്ക് തന്നെ എൻ്റെ പ്രവൃത്തിയായിരിക്കുക. പ്രവൃത്തി ഒന്ന്, വാക്ക് ഒന്നായിട്ട് മാറാതിരിക്കുക. ഇന്ന് പ്രസംഗമായി കഴിഞ്ഞു കഴിഞ്ഞാലും പ്രസംഗിക്കുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി അത് സാക്ഷ്യം വഹിക്കുന്ന പ്രസംഗമാക്കി എടുക്കാനാണ് കർത്താവ് നമ്മളെല്ലാവരോടും പറയുന്നത്. നീ മറ്റൊരു വ്യക്തി ഉപദേശിക്കുകയാണെങ്കിൽ നിൻ്റെ ഉപദേശം നിന്നിൽ പ്രാവർത്തികമാകണം. അതുകൊണ്ട് നല്ല സാക്ഷ്യം നൽകണം. കള്ളസാക്ഷികൾ നൽകി നീ ഒരിക്കലും ചെയ്യരുത്. കള്ളസാക്ഷ്യം എപ്പോഴും വ്യക്തി വൈകല്യം, വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലായ്മ, കാപട്യങ്ങൾ നിറഞ്ഞതായിരിക്കും കള്ളസാക്ഷ്യം. കപടത ഉള്ള വ്യക്തി കള്ളം പറയും. വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാത്ത വ്യക്തി കള്ളസാക്ഷ്യങ്ങൾ നൽകും. വ്യക്തി വൈകല്യമുള്ളവർ ഇങ്ങനെയുള്ള കള്ളസാക്ഷ്യം നൽകും. ഇത് ചെയ്യരുത്. അഞ്ചാമതായിട്ട് അവനോട് കർത്താവ് പറയുക, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു കൊണ്ടുപോയിരിക്കുന്നത് ഈ ഒരു യാഥാർത്ഥ്യമാണ്. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കാൻ പറ്റില്ല. കാരണം മക്കൾ അതിനേക്കാളും പഠിച്ച് എന്തോ ഒക്കെ നേടിയവർ എന്നുള്ള ഒരു തോന്നൽ. അതുകൊണ്ട് ബഹുമാനമില്ലാതെ മാതാപിതാക്കൾ പ്രത്യേകിച്ച് വയസ്സാകുമ്പോഴും ഒറ്റപ്പെടുത്തി വീടിൻ്റെ മൂലയിലോ അല്ലെങ്കിൽ പുറത്തോ ഒക്കെ തള്ളിക്കളയുന്ന ഒരനുഭവമുണ്ട്. അങ്ങനെ നീ ചെയ്യരുത്. നിൻ്റെ മാതാവും പിതാവും എത്ര തന്നെ നിന്നെക്കാൾ മോശമായി തോന്നുകയാണെങ്കിലും നിൻ്റെ ജീവൻ്റെ ദാതാവ് നിനക്ക് ജീവൻ നൽകിയിരിക്കുന്നത് ഈ മാതാപിതാക്കളാണ്. അതുകൊണ്ട് ജീവൻ നൽകിയ ആ വ്യക്തികളെ നീ ഒരിക്കലും ബഹുമാനിക്കാതിരിക്കരുത്. അവരെ ബഹുമാനിക്കണമെന്ന് കർത്താവ് അവനോട് ആവശ്യപ്പെടുകയാണ്. ആറാമതായിട്ട്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നീ എങ്ങനെയാണ് നിന്നെ സ്നേഹിക്കുന്നത്? ഒരു വ്യക്തിക്ക് തന്നെ സ്നേഹിക്കാൻ സാധിക്കണമെങ്കിൽ തനിക്ക് ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ടായിരിക്കണം. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ബോധ്യമുണ്ടായിരിക്കണം. ദൈവസ്നേഹത്തിലാണ് ഒരു വ്യക്തിക്ക് തന്നെ സ്നേഹിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് മറ്റു മനുഷ്യരെ സ്നേഹിക്കാൻ സാധിക്കും. അല്ല എങ്കിൽ ദൈവസ്നേഹവുമില്ല, തന്നിലും സ്നേഹവുമില്ല, മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നീ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ നീ സ്നേഹിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. യുവാവ് പറയുകയാണ്, ഇവയെല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ട്, ഇവയെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നു, നിനക്ക് ഒരു കുറവുണ്ട്. പൂർണ്ണനാകുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് നൽകുക. നിനക്കുള്ളതെല്ലാം വിറ്റ് മറ്റുള്ളവർക്ക് നൽകുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടുവാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ആ യുവാവിനോട് കർത്താവ് പറയാണ്, നിനക്കുള്ളത് നീ വച്ച് അത് കൂട്ടി എടുക്കേണ്ട ഒരു പ്രവണതയല്ല നിനക്ക് വേണ്ടത്. ഈ പ്രകൃതിയിൽ എല്ലാം നിനക്ക് ഞാൻ നൽകുന്നത് എൻ്റെ ദാനമായിട്ടാണ്. അത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. പങ്കുവെച്ച് കൊടുക്കുന്ന സമയത്ത് നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. ഈ പങ്കുവെക്കൽ പ്രക്രിയ നടക്കുമ്പോൾ നിനക്ക് ആവശ്യമുള്ള സ്വത്തും എല്ലാം ഞാൻ നിനക്ക് തരും. കാരണം അത് അവിടെ കെട്ടി നിൽക്കുന്നില്ല, അത് മറ്റുള്ളവരേക്ക് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നിത്യജീവൻ അനുഭവിക്കാൻ സാധിക്കും. എന്നാൽ ആ യുവാവ് എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന് വളരെയധികം വസ്തുക്കളുണ്ടായിരുന്നു, സമ്പന്നനാണ്. അതുകൊണ്ട് അദ്ദേഹം കർത്താവ് പറയുന്നത് ഒന്നും കേട്ടില്ല, സങ്കടത്തോടെ തിരിച്ചുപോയി എന്നാണ്. സങ്കടത്തോടെ തിരിച്ചു പോവുക എന്നും ലോകത്തിൽ അനേകം ധനാഢ്യന്മാർ സങ്കടത്തോടെ തിരിച്ചു പോവുകയാണ്. ഈ സങ്കടത്തോടെ തിരിച്ചു പോകുന്നത് എവിടേക്കാണ്? സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ? അത് നരകത്തിലേക്കാണ്. ഇന്ന് ലോകത്തിൽ സമ്പന്നർ, ദൈവത്തിൽ ആശ്രയിക്കാതെ സമ്പന്നർ യുദ്ധം ചെയ്യുന്നുണ്ട്. അവർക്കും ധാരാളം സമ്പത്തുണ്ട്. സമ്പത്ത് ഉള്ളപ്പോൾ സങ്കടത്തോടെ കടന്നു പോകുമ്പോൾ അവർ കാണുന്നതിനെല്ലാം ഇല്ലാതാക്കുവാനും നശിപ്പിക്കുവാനും മതത്തിൻ്റെ പേരിലും തിന്മയുടെ പേരിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഈ ലോകത്തെ ഇല്ലാതാക്കുന്നതിലേക്ക് വേണ്ടി പരിശ്രമിക്കും. അവരുടെ സങ്കടം പാവപ്പെട്ടവൻ്റെ കണ്ണുനീരായിട്ട് മാറാൻ സാധിക്കും.
ഉപജീവനത്തിന് മാർഗമില്ലാതെ, ഭക്ഷിക്കുവാൻ ആഹാരമില്ലാതെ, പാചകം ചെയ്യാൻ വേണ്ടി ഗ്യാസില്ലാതെ, പെട്രോളില്ലാതെ പാവപ്പെട്ടവൻ ഇവിടെ മരിച്ചു വീഴുമ്പോൾ ആ ധനാട്യൻ സങ്കടത്തോടെ കടന്നുപോയി അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പാവപ്പെട്ടവരെ ചൂഷണ വിധേയമാക്കുന്ന അവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ട് അങ്ങനെയുള്ള ധനാട്യന്മാരെല്ലാവരും തന്നെ ഈ നിത്യജീവൻ്റെ കോൺസെപ്റ്റിലേക്ക് കടന്നു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതെല്ലാവരും വരേണ്ടതും ആവശ്യമാണ്. ദരിദ്രർക്ക് കരുതലും കാവലുമായി സ്വർഗത്തിൽ നിക്ഷേപം കരുതുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകും എന്നതാണ്. ദരിദ്രർക്ക് കരുതലും കാവലുമായി സ്വർഗത്തിൽ നിക്ഷേപം കരുതുന്ന വ്യക്തികൾക്ക് നിത്യജീവൻ ഉണ്ടാകും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. സമ്പന്ന രാജ്യങ്ങൾ ഒരു ധർമ്മസങ്കടത്തിലാണിന്ന്. സമ്പന്ന രാജ്യങ്ങൾ അവരുടെ സമ്പത്ത് കൊണ്ട് എന്താണ് ചെയ്തത് കൂട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുധ ശേഖരണം നടത്തി. ആയുധപ്പുരകളൊക്കെ നിറഞ്ഞു കവിയുകയാണ്. ഈ ആയുധങ്ങൾ എവിടെയെങ്കിലും കൊണ്ടൊക്കെ ഡംപ് ചെയ്യണം. അത് മറ്റൊരു രാജ്യത്തിലേക്ക് യുദ്ധം പ്രേരിപ്പിച്ച് ഉണ്ടാക്കി അവിടെ കൊണ്ട് ഡംപ് ചെയ്യുക. ഈ ആയുധങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എത്രത്തോളം എഫിഷ്യൻ്റാണ്, അതിന് ശേഷിയുണ്ടോ എന്ന് കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് യുദ്ധങ്ങൾ നടത്തണം. അങ്ങനെയൊക്കെ ആയുധശേഖരണം നടത്തി നശീകരണ പ്രക്രിയയിലൂടെ ഈ ധനാട്യന്മാർ നടന്നു പോകുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ സംജാതമായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അഹങ്കാരം, വ്യക്തികളുണ്ടാകുന്ന അഹങ്കാരം, ദൈവത്തിൽ ആശ്രയിക്കേണ്ട അഹങ്കാരം, നന്മയായ ദൈവത്തെ ഉൾക്കൊള്ളാൻ നിൽക്കുന്ന അഹങ്കാരം, ഈ അഹങ്കാരം മൂലം അനീതിയും അക്രമവും കലഹവുമൊക്കെ ഈ ലോകത്തിൽ കൂടിക്കൂടി വരുന്ന ഘട്ടമാണ്. ഇവിടെ ഭൗതികയുടെ ഒരാഘോഷമാണ് ഇവരെല്ലാവരും നടത്തുന്നത്. ഈ ധനാട്യന്മാർ നടത്തുന്നത് ഭൗതികയുടെ ഒരാഘോഷമാണ്. അതേസമയം ആത്മീയതയുടെ ഒരാഘോഷം നടത്തുവാൻ അവർ ഇനി വരേണ്ടതായിട്ടുണ്ട്. ഇനിയും ഈ തലത്തിൽ ഈ ലോകത്തിന് പോകാൻ സാധിക്കില്ല. അവർ മടങ്ങി വരേണ്ടതായിട്ടുണ്ട്. ഈ ഭൗതികയുടെ ആഘോഷം പോയി നിൽക്കുന്നത് ഒരു നോയ്സാണ്, അപശബ്ദം, എല്ലാവർക്കും വേദന കൊടുക്കുന്ന, എല്ലാവരെയും അവരുടെ മനസ്സിനെയൊക്കെ നശിപ്പിക്കുന്ന, എന്നും ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു അപശബ്ദമായിട്ട് ഇങ്ങനെയുള്ള ഈ ധനാട്യന്മാരുടെ ലൗകികമായിട്ടുള്ള ധനശേഖരണം ഇന്ന് ലോകത്തെ എത്തിച്ചിരിക്കുകയാണ്. ഇവിടേക്ക് തിരിച്ചു വരേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നാം എത്തിക്കുകയാണ്. ഇതിനിടയിലാണ് പത്രോസ് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? എല്ലാം ഉപേക്ഷിച്ച് നന്മയായ കർത്താവിനെ പിൻചൊല്ലുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? അതിന് കർത്താവ് നൽകുന്നത്, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസന ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെയും 12 സിംഹാസനങ്ങളെയും വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങൾ നിങ്ങളിരിക്കും. അപ്പോൾ വിധി ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിനെ അനുധാവനം ചെയ്യുന്ന യഥാർത്ഥ ക്രിസ്തു വിശ്വാസികൾക്ക്, മാമോദീസ സ്വീകരിച്ച എല്ലാവരും ക്രിസ്തു വിശ്വാസികളാകണമെന്നില്ല. യഥാർത്ഥത്തിൽ നിത്യജീവൻ്റെ വഴിയെ നടക്കുന്ന വ്യക്തികൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെയും വിധിക്കും എന്നുള്ളതാണ്. 12 ഗോത്രങ്ങളിൽ 2 ഗോത്രങ്ങൾ ഇന്ത്യയിൽ വന്ന് വാസമുറപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഒന്ന് നോർത്ത് ഈസ്റ്റിലും 2 തമിഴ്നാട്ടിലും. അപ്പോൾ 12 ഗോത്രങ്ങളും ഇങ്ങനെ സിംഹാസനങ്ങളെയും വിധിച്ചുകൊണ്ട് ദൈവം നൽകിയ ഏകദൈവ വിശ്വാസത്തെയും ദൈവിക ജീവനെയൊക്കെ നഷ്ടപ്പെടുത്തി ഗോത്രങ്ങൾ പലതലത്തിലും പോയി വീണ്ടും ദൈവത്തിന് അകന്നു പോകുമ്പോൾ അവരുടെ സിംഹാസനങ്ങൾ പിടിച്ചെടുത്ത് ആയിരിക്കുന്ന അപ്പോസ്തലന്മാരായിട്ട് നിങ്ങൾ ആയിത്തീരും. യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസം ഇന്ന് ലോകത്തെ മുഴുവനും ഈ നന്മയുടെ വഴിയിലേക്ക് നയിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വീണ്ടും യേശു പറയുകയാണ്, എൻ്റെ നാമത്തെ പ്രതി, അതായത് ജീവനെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിചയിക്കുന്ന ഏവനും 100 ഇരട്ടി ലഭിക്കും. അതായത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സമ്പത്ത് വരുമ്പോഴും അപ്പൻ, അമ്മ, മക്കൾ, സഹോദരങ്ങൾ, വയൽ, ഭൂമി, ഏക്കർ, വീട് എന്നുള്ള തലത്തിലേക്ക് നമ്മൾ ഒതുങ്ങിക്കൂടരുത്. അതൊക്കെ കർത്താവ് നമുക്ക് നൽകും. അതോടൊപ്പം നിങ്ങൾ അതിനതീതമായി ദൈവിക ജീവനിലേക്കുള്ള കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തി പാവപ്പെട്ടവരെയും ബാക്കിയുള്ളവരെയൊക്കെ സംരക്ഷിക്കുന്ന, എല്ലാവരും നന്മ പകർന്നു കൊടുക്കുന്ന, നല്ല വാക്ക് പകർന്നു കൊടുക്കുന്ന സൽസ്വഭാവികളായ വ്യക്തിയായിട്ട് നിങ്ങൾ ജീവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം
നമ്മുടെ കുടുംബത്തെ മാത്രം പോറ്റി നിർത്തുക എന്നുള്ളതല്ല, ഈ ലോകത്തിലെ സർവ്വ മനുഷ്യരെയും ഒരുമിപ്പിച്ച് നിർത്താൻ വേണ്ടുന്ന ബോധ്യമുള്ള നിത്യജീവൻ്റെ ചിന്തകളാണ് നമുക്ക് ഏവർക്കും വേണ്ടത്. നിത്യ ജീവൻ അനുഭവിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ഇവയിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നത്. കർത്താവ് സമരിയക്കാരി സ്ത്രീയോട് ഒരു കാര്യം പറയുന്നുണ്ട്. യഥാർത്ഥ ആരാധന എങ്ങനെയായിരിക്കണം? അത് സത്യത്തിലും ആത്മാവിലും ആയിരിക്കണം എന്ന് കർത്താവ് പറയുകയാണ്. മലമുകളിൽ ദേവാലയങ്ങളിൽ ഉള്ള ആരാധനയുണ്ട്, പക്ഷേ അതെല്ലാം വ്യക്തി കേന്ദ്രീകൃതമായ ഒരു ആരാധന അനുഭവത്തിലേക്ക് കടന്നു വരണം. നിത്യജീവനിലേക്ക് പ്രയാണം ചെയ്യുന്ന ഓരോ മനുഷ്യരും സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന മനോഭാവം ഉള്ളവരായിരിക്കണം. നമ്മളും നിത്യജീവിത പ്രക്രിയയിൽ കടന്നു പോകുമ്പോൾ നമ്മുടെ ആരാധന സത്യത്തിലും ആത്മാവിലും ആയിരിക്കണം. അവിടെയാണ് നിത്യജീവൻ്റെ ആരാധന നടക്കുന്നത്. അതിലേക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട 10 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് നന്മയായ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അവിടുത്തെ അറിയുക, അവിടുത്തെ ആരാധിക്കുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമതായിട്ട് പ്രമാണങ്ങൾ, കൽപ്പനകൾ കൃത്യമായിട്ട് അനുസരിക്കുക. മൂന്നാമതായിട്ട് നിക്ഷേപം സ്വർഗത്തിൽ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. നാലാമതായിട്ട് ജീവനെ ദാനധർമ്മമാക്കുക, നമ്മുടെ ജീവനെ ദാനധർമ്മമാക്കി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. നാലാമതായിട്ട് സമ്പത്ത് പാവപ്പെട്ടവർക്കായിട്ട് കൂടെ പങ്കുവയ്ക്കുക. 6 എളിമയുടെ ജീവൻ നയിക്കുക. 7 എല്ലാവരുടെയും ശുശ്രൂഷകരും ദാസരുമാകുക, എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യുന്ന എളിമയുടെ ദാസരായി തീരുക. 8 ജീവൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുക. നിത്യജീവൻ്റെ അന്തസ്സ് എല്ലാ മനുഷ്യരും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുക, സ്വന്തമായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. നാലാമതായിട്ട് നന്നായിട്ട് ജീവിക്കുകയും മറ്റുള്ളവരെ ജീവിക്കുവാൻ അനുവദിക്കുകയും ചെയ്യുക, സ്വയം ജീവിക്കുകയും മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക. 10ാമതായിട്ട് മനുഷ്യനായി വിശുദ്ധനായി നിത്യജീവൻ്റെ ഇരിപ്പിടങ്ങളാകുക. മനുഷ്യരായി വിശുദ്ധരായി നിത്യജീവൻ്റെ ഇരിപ്പിടങ്ങളായിട്ട് ഓരോ മനുഷ്യരും ആയിത്തീരുക. അതുകൊണ്ട് കർത്താവിൻ്റെ നിത്യജീവൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, കർത്താവ് അങ്ങനെയാണ് അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം കിട്ടുന്ന ഒരു നിത്യജീവനാണ് എന്ന് പറയാതെ, എന്ന് ചിന്തിക്കാതെ, ഓരോരുത്തരും ഇന്നിൽ ജീവിച്ചുകൊണ്ട് നിത്യജീവൻ്റെ ഇരിപ്പിടങ്ങളായി ആയിത്തീരുക. അതായത് നല്ല മനുഷ്യരായിത്തീരുക, ഫലദായകമായ ഒരു വൃക്ഷമായി തീരുക. നാം ആകുന്ന വൃക്ഷത്തു നിന്ന് മറ്റുള്ളവർക്ക് ഫലം നൽകുന്ന അനുഭവത്തിലേക്ക് കടന്നു വരിക. അങ്ങനെ ജീവൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു നൽകിക്കൊണ്ട് വിശുദ്ധരായി വിശുദ്ധിയോടെ ജീവിച്ച് കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിത്യത അനുഭവിച്ച് മുന്നേറണം എന്നാണ് കർത്താവിൻ്റെ കാഴ്ചപ്പാട്. അതിനുവേണ്ടിയാണ് കർത്താവ് ഈ ലോകത്തിൽ വന്ന് ഫലദായകമായ ഒരു വൃക്ഷമായി തീരുന്നു. മരം മൂലം മരണം വന്നുവെങ്കിൽ മരം മൂലം തന്നെ ജീവനിലേക്ക് നമ്മെ കർത്താവ് ഉയർത്തി. കർത്താവിൻ്റെ ആ കുരിശ് നേരത്തെ അത് അടിമത്വത്തിൻ്റെയും പാപത്തിൻ്റെയൊക്കെ അടയാളമായിരുന്നുവെങ്കിൽ, ആ സ്വർഗീയ പരദൈസിയിൽ കർത്താവ് നട്ടു വളർത്തിയ ആ ജീവൻ്റെ വൃക്ഷം അത് വീണ്ടും പുനരുദ്ധരിച്ചുകൊണ്ട് അത് ജീവൻ്റെ ഒരു വൃക്ഷമാണ്, ഫലദായകമാണ് ഒരു വൃക്ഷം. അത് കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെ എങ്ങനെയാണ് ഫലദായകമായ ഒരു വൃക്ഷമായിട്ട് ജീവിക്കേണ്ടത് എന്ന് ജീവിച്ച് കാണിച്ചിരുന്നു. നമ്മോടും കർത്താവ് ആവശ്യപ്പെടുന്നത് തന്നെയാണ്, നിങ്ങൾ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് ഒരു ഫലദായക വൃക്ഷമായി എൻ്റെ പിന്നാലെ വരിക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്ദേശം ശിരസാ വഹിക്കാം. ഇനിയും വചനം കേട്ടിരിക്കേണ്ട കാലം കഴിഞ്ഞു. വചനം ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കർത്താവിനോട് കൂടെ ഉള്ള എല്ലാവരെയും കർത്താവ് തന്നിലേക്ക് സ്വീകരിക്കും. കർത്താവിൻ്റെ കൂടെ ഇല്ലാത്ത വ്യക്തികളെ കർത്താവ് തള്ളിക്കളയില്ല. അവർ തന്നെ സ്വയം പുറപ്പെട്ട് കർത്താവെന്ന് മാറി നിൽക്കും. കർത്താവിൻ്റെ ആത്മാവ് ചരിക്കുന്ന ആത്മീയ മനുഷ്യരായിട്ട് തീരാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. കർത്താവിൻ്റെ ആത്മാവില്ലാത്ത ജഡിക മനുഷ്യരാണെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കർത്താവിൻ്റെ ആത്മാവിനെ ഉള്ളിൽ വസിപ്പിക്കുന്നതിലേക്ക് പരിശ്രമിക്കാം. കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിൽ വസിച്ചുകൊണ്ട് ആത്മാവിലും സത്യസന്ധത, നീതിബോധം, ഇവയിൽ നമ്മുടെ ജീവിതത്തെ പടുത്തുയർത്തി മുന്നോട്ട് കൊണ്ട് കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള ഒരു ലോകക്രമം ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം വരും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ ഈ ലോകത്തിൽ ഒരിടയനും ഒരു അജഗണവും എന്നുള്ള തരത്തിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ.
അതിന് അവിടെ കർത്താവ് പതിരും കാണുന്നുണ്ട്. കതിരുകളെ തന്നിലേക്ക് ശേഖരിക്കും, പതിരുകൾ അതിൽ തന്നെ അങ്ങ് പറന്ന് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നല്ല കതിരായിട്ട് ജീവിക്കേണ്ട കൃപയ്ക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട് നിത്യജീവൻ പകരുന്ന നല്ല ഫലദായക വൃക്ഷമായി തീരേണ്ട കൃപയ്ക്ക് വേണ്ടി ഈ ബലിയിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം.